മനുഷ്യാവകാശങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ കഥകൾ പറഞ്ഞ് മതങ്ങളുടെ ഊരുവിലക്കുകളെക്കുറിച്ചും മതങ്ങൾ ദാണ്ട് അങ്ങനെ ചെയ്യുന്നേ, ഇസ്ലാം മതം എല്ലാവരെയും വിലക്കുന്നേ, ഇസ്ലാം മതത്തിൽ നിന്നും വിട്ടുപോയവർക്ക് തീട്ടൂരം കൽപ്പിക്കുന്നു, അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന കുറേ പേർ, കുറച്ച് തീവ്ര വിദ്വേഷ സംഘികളും നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെയുള്ള കുറച്ച് സംഘി സ്പോൺസേഡ് ആളുകളും രവിചന്ദ്രനെ പോലെയുള്ള ആൾദൈവങ്ങളും അടക്കം അങ്ങ് കൂകി വിളിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളിക്കാറുണ്ട്. അങ്ങ് ഇറാനിൽ, അഫ്ഗാനിസ്ഥാനിൽ ഒക്കെ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളിൽ പോലും കേരളത്തിൽ ഇസ്ലാമോഫോബിയ കത്തിക്കാൻ വേണ്ടി വല്ലാണ്ട് ഉപയോഗിക്കാറുണ്ട്, പാടുപെടാറുണ്ട്. ഇസ്ലാം മതം വലിയ അടിമത്തത്തിൻ്റെ ഭയങ്കരമായ സംഭവമാക്കി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രസംഗമൊക്കെ നടത്താറുണ്ട്. പക്ഷേ ആരും ചർച്ച ചെയ്യാതെ, ആരും കേൾക്കാതെ, സാധാരണ നമ്മുടെ ന്യൂസ് 18-ലെ മഞ്ജുഷ് ഗോപാലൊക്കെ വളരെ സാങ്കേതികമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ വിലക്കുകൾ ആരെയെങ്കിലും തടയുന്നു എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ വിലക്ക് സഹിക്കാൻ വയ്യാതാണ് ഇസ്ലാം വിട്ടു പോയത് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവും ഭാര്യയും കൂടെ തലയടിച്ച് കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി നിലത്തടിച്ച് പൊട്ടിച്ച മാരിയോ ജോസഫ് വരെ പറയുമ്പോൾ എന്തൊരു കയ്യടിയാ. ഓർമ്മ തെളിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ അലിയക്കൂർ പറയുമ്പോൾ പോലും ഭയങ്കരമായ പിന്തുണയും കയ്യടിയുമാണ് എല്ലായിടങ്ങളിലും. ദേ ഒരു പാവം മനുഷ്യൻ്റെ പോസ്റ്റ് കാണാനിടയായി. ഞരളത്ത് ഹരിഗോവിന്ദൻ, അതായത് സോപാന സംഗീതത്തിലെ വലിയ അറിയപ്പെടുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയുടെ കാർഡ് ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. ഹരിഗോവിന്ദ ഗീതം എന്ന് പറഞ്ഞിട്ട് ശ്രീ ഞരളത്ത് ഹരിഗോവിന്ദൻ ഒരുക്കുന്ന ഹൃദയഹാരിയായ കലാവിരുന്ന്, സോപാന സംഗീതത്തിൻ്റെ തനിമയും ചാരുതയും സമ്മേളിച്ച വേദി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇതിട്ട ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിം ലീഗിൽ ചേർന്ന ശേഷം ഈ മാസം നടക്കേണ്ടിയിരുന്ന 5 ക്ഷേത്രാനുബന്ധ പരിപാടികളിൽ നിന്ന് എന്നെ വിലക്കി. ക്ഷേത്രാനുബന്ധ പരിപാടിക്ക് കയറ്റിയില്ല ഞരളത്ത് ഹരിഗോവിന്ദന്. വരേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ലീഗിൽ ചേർന്ന ശേഷം ആദ്യമായി ഇന്ന് വൈകിട്ട് പാലക്കാട് മണ്ണാർക്കാട് തച്ചനാട്ടുകര പഴഞ്ചേരി ശിവക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഇസ്ലാമായി മതം മാറിയിട്ടില്ല, പാർട്ടിയിലേ ചേർന്നിട്ടുള്ളൂ. എന്നിട്ടും വിലക്കുകൾ. സങ്കടമോ പരാതിയോ ഇല്ല. പക്ഷേ ഈ സമൂഹം എങ്ങോട്ടാണ് പ്രാന്ത് പിടിച്ചു പോകുന്നതെന്ന് മനുഷ്യസ്നേഹികൾ ചിന്തിക്കണം. അതായത് അദ്ദേഹം മതം മാറിയില്ല, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അബ്ദുസലാം BJP ആയെങ്കിലും അബ്ദുസലാമിന് വേണമെങ്കിൽ പള്ളിയിൽ പോവാം, ഒരു കുഴപ്പമില്ല. ആരും അബ്ദുസലാമിനെ എതിർക്കത്തില്ല. നമ്മുടെ കോഴിക്കോട് VC ഉണ്ടല്ലോ, നമ്മൾ UDFകാർ ചുമന്നുകൊണ്ട് വന്നതാണല്ലോ, ലീഗ് അടക്കമുള്ളവർ ചുമന്നുകൊണ്ട് വന്നൊരു ചരക്കാണല്ലോ. പുള്ളിക്ക് എവിടെ വേണമെങ്കിലും പോവാം, അബ്ദുള്ള കുട്ടിക്കും പോവാം, വേറെ വിലക്കൊന്നുമില്ല. പക്ഷേ ഞരളത്ത് ഹരിഗോവിന്ദൻ ഈ പറയുന്ന അവിടെ ചേർന്നതോടുകൂടി പുള്ളിയെ കലാപരിപാടിക്കേ വിളിക്കുന്നില്ല. അതങ്ങ് തടയുക. പുള്ളി ചേർന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, മതം മാറിയിട്ടില്ല. ഇപ്പോൾ ഭജൻ പാടിയതിൻ്റെ പേരിൽ ഭയങ്കര വിചാരണ നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ ഒരു സ്ഥിതി? അതിനെ അനുകൂലിച്ച് പറഞ്ഞതോടുകൂടി അധീന എന്ന് പറയുന്ന വലിയ ഈ സംഘപരിവാറിൻ്റെ തീപ്പൊരി ടീനേജ് അല്ലെങ്കിൽ യുവ കലാകാരിയായി രംഗത്ത് കൊണ്ടുവന്നത് അവരെ അധീന അലക്സാണ്ടർ ആണ്, കുഞ്ഞാടാണെന്നാണ് പറയുന്നത്. ഷാജൻ സ്കറിയയെ നിലത്ത് നിർത്താതെ അക്രമത്തോടക്രമമാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്, പോസ്റ്റുകളിട്ടും അല്ലാതെയുമൊക്കെ. എന്നാലും ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഏതാ? ഈ പറയുന്ന ഇസ്ലാം മതത്തിൻ്റെ അസഹിഷ്ണുത, സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നു, ഏതാണ്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ്. സത്യത്തിൽ ഈ മതത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ, ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവാം, പക്ഷേ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരുത്തനും ഒരു പ്രയാസവും ഇല്ല. നല്ല സുഖസമൃദ്ധമായി ജീവിക്കുന്നു എന്ന് മാത്രമല്ല, എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷനും തൊഴിലുമായി വലിയ സമ്പത്ത് ശേഖരിച്ച് നല്ല വൃത്തിക്ക് ജീവിക്കുന്നുണ്ട് പലരും.